സ്കിൻ നല്ല യങ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പാടുകളും റിങ്കിൾസും ഇല്ലാത്ത തിളക്കമാർന്ന സ്കിന്നാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഫേസ് വാഷ് പൗഡർ നിങ്ങൾക്കുള്ളതാണ്. കസ്തൂരി മഞ്ഞൾ, ചന്ദനം, കടലമാവ്, മുൾത്താനി മിട്ടി ഇതൊക്കെ സൗന്ദര്യ സംരക്ഷണത്തിനായി പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ്. ഇതിനൊക്കെ സ്വന്തമായിട്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ സ്കിന്നിലുള്ള ഡിസ്കളറേഷനൊക്കെ മാറി സ്കിന്ന് ഈവൻ ടോൺ ആവാനും സ്കിന്നിന് നല്ല തിളക്കവും അതുപോലെ നല്ല യങ് ആയിരിക്കാനും രാജകാലം മുതൽക്കാണ്, രാജാക്കന്മാരുടെ ആ കാലം മുതൽക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ, അതായത് കസ്തൂരി മഞ്ഞൾ, ചന്ദനം, കടലമാവ്, മുൾത്താനി മുട്ടി ഒക്കെ ഉപയോഗിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫേസ് വാഷാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കെമിക്കൽസോ അതുപോലെ പാരബിൻ, സൾഫേറ്റ് പോലെയുള്ള ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏത് പ്രായക്കാർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലവരായ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളെ അടിമുടി മാറ്റിയെടുക്കുന്ന മേക്ക് ഓവർ ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. പിന്നെ എന്തൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പോഴും 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പറഞ്ഞിട്ട് അത് ഓടിപ്പോയി ഉപയോഗിക്കാതിരിക്കുക. അതിനെന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വയം അറിഞ്ഞു വെക്കണം. എന്നിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ശരി, ആര് പറയുന്നതാണെങ്കിലും ശരി. രണ്ടാമത്തേത്, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ്, ഈ യൂട്യൂബർ അത് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കാം, ശരിയാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, അവർ പറഞ്ഞതല്ലേ, ആ ഒരു രീതിയിൽ എടുക്കാതെ നിങ്ങൾ അതിലൊരു വിശ്വാസം കൊടുത്ത് ഇത് ചെയ്താൽ ഇതിനൊരു ഗുണം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ വേണം എന്തൊരു കാര്യം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം വരണമെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാൻ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് വിശ്വസിച്ചിട്ട് ചെയ്യുക. എന്തൊരു കാര്യം, ചെറിയൊരു കാര്യം, ഒരു പച്ചവെള്ളം കുടിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്താം എന്നുള്ളൊരു വിശ്വാസത്തോടെ ഒരു പച്ചവെള്ളം കുടിച്ചാൽ പോലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു വിശ്വാസം വേണം. പിന്നെ മൂന്നാമത്തത് കൺസിസ്റ്റൻസി. തുടർച്ചയായി കാര്യങ്ങൾ ചെയ്യണം. ഈ പറയുന്ന ഇതെന്നല്ല, എന്തൊരു കാര്യം, സ്കിൻ കെയർ ആവട്ടെ, ഹെയർ കെയർ ആവട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യത്തിൽ എത്തണമെങ്കിലുള്ള കാര്യമാവട്ടെ, എന്തൊരു കാര്യമാണെങ്കിലും അതിനൊരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ അതിനൊക്കെ ഇപ്പം നമ്മളൊരു മേക്ക് ഓവറാണ്, നമ്മളെ ഏറ്റവും സുന്ദരമായിട്ട് ഏറ്റവും ഭംഗിയായി നന്നായി നല്ല യങ്ങോടെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിൻ്റെ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമാവാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായി ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിന് വേണ്ട സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ കടലമാവ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുൾത്താനി മിട്ടി, 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാം, ഓറഞ്ച് തോല് ഉണക്കി പൊടിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ. ഇതിപ്പോൾ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒരു ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഈ അളവിൽ ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി അരിച്ചെടുക്കണം. ഒരു അരിപ്പ വെച്ച് നന്നായി അരിക്കണം. കാര്യം നമ്മൾ ഫേസ് വാഷ് ആയിട്ടല്ലേ ഉപയോഗിക്കണം, അപ്പോൾ അതൊരു സ്ക്രബ് ആവാൻ പാടില്ല. സ്കിന്നിന് ദിവസം ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് ഡാമേജ് ആവാതിരിക്കാൻ അത് നന്നായി അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് അതെടുക്കുക. ഇതിലുപയോഗിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ല യങ് ആയിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ മഞ്ഞളും അതുപോലെ ചന്ദനമൊക്കെ നോർത്ത് ഇന്ത്യയിൽ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് കല്യാണച്ചക്കനും പെണ്ണിനും ഉപയോഗിക്കും. കാര്യം കല്യാണ ദിവസം അവർ അത്രയും ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട്.
നിങ്ങളും ഇത് ഉപയോഗിക്കുക. ഇനി ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. അതായത് ഇത് മേക്കപ്പ് റിമൂവ് ചെയ്ത് ഡെഡ് സ്കിന്നൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല തിളക്കം ഒക്കെ കൊണ്ടുവരാനും ഈ ഫേസ് വാഷിന് പറ്റും. അതുപോലെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ഫേസ് വാഷിന് കഴിവുണ്ട്. പിന്നെ നമ്മളുടെ സ്കിന്നിലുള്ള മോയ്സ്ചറും അതുപോലെ ഓയിലും ഒക്കെ അതിന് ആവശ്യമുള്ള അത്ര നിലനിർത്തിയിട്ട് ഏജിങ് സൈന്, അതായത് റിങ്കിൾസ്, വരകൾ, ചുളിവുകൾ ഇതൊക്കെ മാറ്റി നല്ല യങ് ആയിട്ടുള്ള സ്കിന്നുണ്ടാവാനും ഈ ഫേസ് വാഷ് ഉപയോഗിച്ചാൽ പറ്റും. ഇത് ഉപയോഗിക്കേണ്ട രീതി നമ്മൾ സാധാ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെ 2 നേരം രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഫേസ് ആവശ്യത്തിന് അത്ര ഉള്ള പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് മുഖം നന്നായി നനച്ചതിന് ശേഷം നന്നായിട്ട് അത് നമ്മൾ അരിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം. പിന്നെ ചിലവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഹോം മെയ്ഡ് പൊടിയൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം ഒരു നേരം ഉപയോഗിക്കുക, പിന്നെ രണ്ടാമത്തെ നേരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിക്കുക. എന്നിട്ട് അങ്ങനെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ശരീരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുമായിട്ട് അത് സ്യൂട്ടാവും എന്നുള്ള ഒരു ഉറപ്പ് വരുമ്പോൾ 2 നേരം ഉപയോഗിക്കുക. 2 നേരം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തവർ മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്നെ വിശ്വസിച്ച് ഈ യൂട്യൂബ് ജേർണിയിൽ എൻ്റെ കൂടെ കൂടിയ സ്നേഹമുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനി കൂടാൻ പോകുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിനും വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി. എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. ബൈ.